2 പതിറ്റാണ്ടിനിടെ രാജ്യം സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ വിമാനാപകടമാണ് അഹമ്മദാബാദിൽ സംഭവിച്ചത്. വിമാന ദുരന്തത്തിൽ 294 പേർ മരിച്ചു. വ്യാഴാഴ്ച വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന് മിനിറ്റുകൾക്കുള്ളിൽ 15 കിലോമീറ്റർ അകലെ ജനവാസ കേന്ദ്രത്തിലാണ് എയർ ഇന്ത്യ വിമാനം തകർന്നു വീണത്. മേഘാനി നഗറിലെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിലേക്കായിരുന്നു വിമാനം ഇടിച്ചിറങ്ങിയത്. മരിച്ചവരിൽ ഹോസ്റ്റലിലുണ്ടായിരുന്ന 10 മെഡിക്കൽ വിദ്യാർത്ഥികളും സമീപവാസികളും ഉൾപ്പെടുന്നുണ്ട്. രാജ്യത്തെ നടുക്കിയ വ്യോമ ദുരന്തത്തിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അതിവേഗം പ്രചരിച്ചിരുന്നു. 3 ദിവസത്തിനകം ഇന്ത്യയിൽ ഒരു വിമാനാപകടം ഉണ്ടാകും, ഒരാൾ രക്ഷപ്പെടും എന്ന് 4 ദിവസം മുമ്പ് ആലി കൊണ്ടോട്ടി എന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിൽ പോസ്റ്റ് ചെയ്തതായിട്ടാണ് പ്രചരണം. ഈ പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ടുകൾ വ്യാപകമായതോടെ പലരും ആലി കൊണ്ടോട്ടിയുടെ പ്രൊഫൈൽ സന്ദർശിക്കുകയും ആ പോസ്റ്റ് അവിടെ നിലവിലുണ്ടെന്ന് കണ്ട് ഞെട്ടുകയും ചെയ്തു. ആലിയാണ് വിമാന ദുരന്തത്തിന് കാരണക്കാരൻ എന്നും ചിലർ ആരോപിക്കാൻ തുടങ്ങി. എന്നാൽ പ്രചരിക്കുന്ന ഈ വിവരങ്ങളുടെ സത്യാവസ്ഥ എന്താണെന്ന് പിന്നീട് പുറത്തു വന്നു. 4 ദിവസം മുമ്പ് ഫേസ്ബുക്കിലിട്ട ഒരു സാധാരണ പോസ്റ്റ് അപകടം നടന്ന വ്യാഴാഴ്ച വൈകുന്നേരം തിരുത്തി വ്യാജ പ്രവചനമാക്കി മാറ്റിയതായിരുന്നു. ജൂൺ 9 ഉച്ചയ്ക്ക് 1:38 ആലി കൊണ്ടോട്ടി എന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ഒരു പോസ്റ്റ് ആദ്യം പ്രത്യക്ഷപ്പെടുന്നത്. ആ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: പോസിറ്റീവ് വന്നാൽ നോർത്ത് ഇന്ത്യയിൽ ക്ലിക്കായില്ലേലും 1000 കോടി തൂക്കും ആലിയാട പറയുന്നത് വെക്കട ഇതിന് മേലെ ഒരെണ്ണം. എന്നാൽ വിമാന അപകടം നടന്ന വ്യാഴാഴ്ച, അതായത് ജൂൺ 12 വൈകുന്നേരം 6:40 ഈ പോസ്റ്റ് എഡിറ്റ് ചെയ്യുകയായിരുന്നു. ആദ്യ തിരുത്തിൽ 3 ദിവസത്തിനുള്ളിൽ ഇന്ത്യയിൽ ഒരു വിമാനാപകടം ഉണ്ടാകും, വിമാനത്തിലെ എല്ലാവരും മരിക്കും എന്നാക്കി മാറ്റി. കുറച്ചു സമയം കഴിഞ്ഞ് വൈകുന്നേരം 7:39 പോസ്റ്റ് വീണ്ടും തിരുത്തി. ഇത്തവണ ഒരു വിമാനാപകടത്തിന്റെ ചിത്രം കൂടി ചേർത്ത് 3 ദിവസത്തിനുള്ളിൽ ഇന്ത്യയിൽ ഒരു വിമാനാപകടം ഉണ്ടാകും, വിമാനത്തിലെ എല്ലാവരും മരിക്കും എന്നാക്കി. ഏകദേശം 1 മിനിറ്റിനുള്ളിൽ ഇത് വീണ്ടും തിരുത്തി. 3 ദിവസത്തിനുള്ളിൽ ഇന്ത്യയിൽ ഒരു വിമാനാപകടം ഉണ്ടാകും, വിമാനത്തിലെ 95% ആൾക്കാരും മരിക്കും എന്നായിരുന്നു ഇത്തവണത്തെ തിരുത്ത്. അവസാനമായി രാത്രി 8:07 പോസ്റ്റിൽ വീണ്ടും മാറ്റം വരുത്തി. 3 ദിവസത്തിനുള്ളിൽ ഇന്ത്യയിൽ ഒരു വിമാനാപകടം ഉണ്ടാകും, ഒരാൾ രക്ഷപ്പെടും എന്നാക്കി മാറ്റുകയായിരുന്നു. ഈ പോസ്റ്റ് ഇന്ന് പുലർച്ചെ 3:37 വീണ്ടും തിരുത്തിയിട്ടുണ്ട്. അതേസമയം ഈ അക്ഷരങ്ങൾ മാറ്റി എഴുതിയാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതേസമയം വിമാനാപകടം പോലെ നടക്കുന്ന ദുരന്ത വാർത്തകൾ ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള ക്രൂരമായ തമാശകൾ ഒഴിവാക്കണമെന്ന് പ്രമുഖ ജ്യോത്സ്യൻ ഹരി പത്തനാപുരം പ്രതികരിച്ചു. സാമൂഹ്യ മാധ്യമങ്ങളിൽ കണ്ട പോസ്റ്റ് കണ്ട് ഞെട്ടിപ്പോയെന്നും ഇത്തരം പ്രവചനങ്ങൾ സത്യമാണോ എന്ന ചോദ്യം ഉയർന്നുവെന്നും അദ്ദേഹം പറയുന്നു. പിന്നീടാണ് സത്യം മനസ്സിലാക്കിയത്. മുമ്പിട്ട പോസ്റ്റിനെ എഡിറ്റ് ചെയ്തതാണ്. വിമാനാപകടം ഉണ്ടായ ശേഷം എഡിറ്റ് ചെയ്ത് ചേർത്തതാണ്. ഈ സമയത്തല്ല ഇത്തരമൊരു ക്രൂരമായ തമാശയെന്നും ഹരി പത്തനാപുരം പറയുന്നുണ്ട്. വിമാനാപകടത്തിന്റെ വാർത്തകൾ പുറത്തു വന്നപ്പോൾ തന്റെ അടുത്ത സുഹൃത്തും സഹോദര തുല്യനുമായ എയർ ഇന്ത്യയിലെ ക്യാബിൻ ക്രൂവായ വ്യക്തിയെ വിളിച്ചിരുന്നുവെന്നും ഹരി പത്തനാപുരം പറയുന്നു. ഇതേ വിമാനം UK-യിൽ നിന്ന് മടങ്ങുമ്പോൾ ആ വിമാനത്തിൽ ക്യാബിൻ ക്രൂവായി പ്രവർത്തിക്കേണ്ടയാളായിരുന്നു. തന്റെ ഫോൺ കോൾ എടുത്ത ശേഷം അയാൾ പൊട്ടിക്കരഞ്ഞു. എന്നാൽ സഹോദരങ്ങളെപ്പോലെ സ്നേഹിച്ച സഹപ്രവർത്തകരാണ് അപകടത്തിൽ മരിച്ചതെന്ന് പറഞ്ഞ് കരഞ്ഞു. അപകടത്തിൽ മരിച്ച സഹ പൈലറ്റിൽ ഒരാൾ അടുത്ത സുഹൃത്താണ്. അയാളുടെ അമ്മ എയർ ഇന്ത്യയിലെ ക്യാബിൻ ക്രൂ ആയിരുന്നു. മകനെ പൈലറ്റ് ആക്കണമെന്ന് ആഗ്രഹിച്ചു. ആ ലക്ഷ്യത്തിൽ എത്തിച്ചുവെന്നും ഹരി പത്തനാപുരം പങ്കുവച്ച വീഡിയോയിൽ പറയുന്നു.